റിയൽമി ബഡ്സ് എടുക്കാനുള്ള നല്ലൊരു കാരണം അവരുടെ ആപ്ലിക്കേഷനാണ്. ഇതിലെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഇതിലെ നോയിസ് ക്യാൻസലേഷനും ഒക്കെ ഉണ്ട്, ട്രാൻസ്പെറൻസി മോഡൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ സൗണ്ട് എഫക്ട്സ്, ഈക്വലൈസർ മോഡിൽ പോയി നമുക്ക് നേരെ പ്രീസെറ്റ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പോയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് ആ ഒരു സൗണ്ട് പ്രൊഫൈലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഹൈ റെസൊല്യൂഷൻ LHDC സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ വോളിയം എൻഹാൻസർ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഗെയിമിംഗ് മോഡ് ഉണ്ട്. ഗെയിമിംഗ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ലോ ലേറ്റൻസിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സ്പേഷ്യൽ ഓഡിയോ ഉണ്ട്. സ്പേഷ്യൽ ഓഡിയോ ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ 3D എഫക്റ്റ് നമുക്ക് സൗണ്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ മറ്റൊരു ഫീച്ചറാണ് മൾട്ടിപ്പിൾ ഡിവൈസിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരേ സമയത്ത് പല ഡിവൈസിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മെമ്മറിയിൽ അത് കിടന്നോളും. പിന്നെ ഇതിലെ പല ഇയർ ബഡ് ടിപ്സ് ഉണ്ട്, അതിട്ടിട്ട് നമുക്ക് അതുപോലെ യൂസ് ചെയ്യാം. പിന്നെ മൈൻഡ് ഫ്ലോ എന്ന് പറഞ്ഞ് ഒരു മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാനുള്ള സൗണ്ടും ഒക്കെ ചെയ്യുന്ന ഒരു ഇൻബിൽഡ് ഫീച്ചർ ഈ ആപ്ലിക്കേഷൻ്റെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഹൈലി കസ്റ്റമൈസബിൾ ആണ് ഇതിന്റെ ഗസ്റ്റർ കൺട്രോൾസ് ഉള്ളത്. അത് നമുക്ക് ഇവിടെ തന്നെ കാണാം. പിന്നെ ഒരു ഫീച്ചറാണ് ഫൈൻഡ് മൈ ഫോൺ ഉണ്ട്.